നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സയ്യിദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. പത്തനാപുരം പട്ടണ മധ്യത്തിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം. ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പത്തനാപുരത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിലെത്തിയ 2 യുവാക്കളാണ് ആക്രമിച്ചതെന്ന് പെൺകുട്ടിയുടെ മൊഴി. അക്രമി സംഘം മുഖത്തേതോ ദ്രാവകമൊഴിച്ചെന്നും പെൺകുട്ടി. കുറ്റാലം കൊട്ടാരത്തിൽ അവകാശവാദമുന്നയിച്ച് തിരുവിതാംകൂർ രാജകുടുംബം മദ്രാസ് ഹൈക്കോടതിയിൽ. പ്രതിരോധത്തിന് കേരള സർക്കാർ ശ്രമം തുടങ്ങി. നീക്കത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് കുറ്റാലം കൊട്ടാരം സന്ദർശിച്ചു. കാലവർഷം ശക്തമായതോടെ കെടുതികളും തുടങ്ങി. ശക്തമായ മഴയിലും കാറ്റിലും ചിതറയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. മറ്റൊരു വീടിന് ഭാഗിക നാശം. മഴക്കാലജന്യ രോഗങ്ങളെ മെരുക്കാൻ പുനലൂർ നഗരസഭയിൽ 3ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. നഗരപരിധിയിൽ ഇത്തവണ മാരക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അഭിമാനകരമായ നേട്ടമെന്ന് നഗരസഭ. വാർത്തകൾ വിശദമായി. പത്തനാപുരം പട്ടണ മധ്യത്തിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം. ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പത്തനാപുരത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിലെത്തിയ 2 യുവാക്കളാണ് ആക്രമിച്ചതെന്ന് പെൺകുട്ടിയുടെ മൊഴി. അക്രമി സംഘം മുഖത്തേതോ ദ്രാവകമൊഴിച്ചെന്നും പെൺകുട്ടി. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് പട്ടാഴി വടക്കേക്കര കരിമ്പാലൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി അജ്ഞാത സംഘത്തിന്റെ ആക്രമണത്തിനിരയായത്. പത്തനാപുരത്ത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ട്യൂഷൻ പഠിക്കാനെത്തിയപ്പോഴാണ് ബൈക്കിലെത്തിയ ഇരുവർ സംഘം +1 വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത്. ബസിൽ നിന്നിറങ്ങി ട്യൂഷൻ സെന്ററിലേക്ക് നടന്നു വരുമ്പോൾ പ്രധാന പാതയിൽ വെച്ച് ബൈക്കിലെത്തിയ സംഘത്തിലൊരാൾ കയ്യിൽ കരുതിയിരുന്ന ദ്രാവകം പെൺകുട്ടിയുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തതായി പറയുന്നു. പരിഭ്രാന്തയായ പെൺകുട്ടിയുടെ ഇടത് കൈയിൽ കടന്നുപിടിച്ച് ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തുവത്രേ. സംഭവത്തെപ്പറ്റി പെൺകുട്ടി ലൈവ് വാർത്തയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഷാപ്പൊക്കെ അതിനകത്ത് ബസ്സിന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ശേഷം അടുത്ത് ഇങ്ങനെ ഇതിനു മുമ്പ് ഭീഷണി ഉള്ളത് കൊണ്ട് ആ സൈഡിലോട്ട് പോകുന്ന ആരിലും ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ എനിക്ക് അറിയത്തില്ലെങ്കിൽ ഒരു കൊച്ചു അതിലേക്ക് കൂടെ പോകുന്നത് കണ്ടു. ഞാനിപ്പോൾ അതിൻ്റെ പുറകിൽ അങ്ങ് പോയി. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് മുതലേ അതിൻ്റെ പുറകിൽ പോയി. എന്നിട്ട് ATM SBIയുടെ SBT ATM അതിൻ്റെ അവിടെ എത്തിയപ്പോൾ അതങ്ങ് ക്രോസ് ചെയ്ത് താഴോട്ടുള്ള റോഡിൽ കൂടെ പോയി. ഞാൻ ഇങ്ങോട്ട് ഇച്ചിരിയും കൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞ് എറണാകുളം ഫാബ്രിക്സിൻ്റെ ഫ്രണ്ട് ആ സൈഡിലായപ്പോൾ ഓപ്പോസിറ്റ് വന്ന ഒരാൾ മുഖത്ത് സ്പ്രേ ചെയ്തു. പരിചയമില്ലാത്ത ആളൊന്നും ഞാനതിനെ ശ്രദ്ധിച്ചില്ല. ഇതിന് സ്പ്രേ ചെയ്തപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് കണ്ടു. സ്പ്രേ ചെയ്യാനായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ മുഖം കണ്ടു. മുഖം മാറ്റിയപ്പോഴത്തേക്ക് മുഖത്തങ്ങ് അടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുറകോട്ട് കൈ ആരണ്ട് വലിച്ചു. അപ്പോൾ കൈ വലിച്ച് മാറ്റിയത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. മുറിഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. കണ്ണെല്ലാം കൂടെ മങ്ങി. പിന്നെ ഒരുവിധം ട്യൂഷൻ സെൻ്ററിൽ ചെന്നിട്ട് ക്ലാസ്സിലിരുന്ന് ആരോടും ഒന്നും പറയാൻ വയ്യായിരുന്നു. തലയെല്ലാം പെരുപ്പും വായെല്ലാം കുഴഞ്ഞങ്ങ് വല്ലാതായി വേർത്ത്. ഞാൻ ഒരുപാട് മുഖവും കഴുകി. എന്നിട്ട് 9 മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞാൻ കൈ കൂടെ ചോര വരുന്നത് കണ്ടത്. അപ്പോഴേ പുറകിലിരുന്ന കൊച്ചിനോട് പറഞ്ഞു 2 പിള്ളേർ എന്നെ പിടിച്ചുകൊണ്ട് ഓഫീസിൽ ചെന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഭയന്നോടിയ പെൺകുട്ടി ട്യൂഷൻ സെന്ററിലെത്തി സഹപാഠികളോട് സംഭവം വിവരിച്ചു. വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പ്രിൻസിപ്പൽ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തു. കുട്ടി കൈകാൽ മുറിവുമായിട്ട് മറ്റു 2 കുട്ടികൾ പിടിച്ചുകൊണ്ട് വന്നുടനെ തന്നെ ഞാൻ അന്വേഷിച്ചു എന്താ സംഭവം. അപ്പോൾ വരുന്ന വഴി റോഡിൽ വെച്ച് ആരോ മുഖത്ത് സ്പ്രേ ചെയ്തെന്നും എന്നിട്ട് കൈ പിടിച്ച് വലിച്ചു. അത്രയും ആ കുട്ടിക്ക് അറിയാം. ബാക്കി എന്താ സംഭവിച്ചതെന്ന് അതിനറിയില്ല. അങ്ങനെ വന്നു പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അയാള് ഇവിടെ ഓഫീസിൽ ഇരുത്തിയിട്ട് അതിന്റെ മദറിന് ടെലിഫോൺ ചെയ്തു. പിന്നീടാണ് പോലീസിൽ വിവരം അറിയിച്ചത്. കൈക്ക് മുറിവേൽക്കുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്ത വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പത്തനാപുരം CI വേലായുധൻ സ്ഥലത്തെത്തി. എന്നാൽ പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ മതിയെന്ന് CI നിർബന്ധം പിടിച്ചതായി പെൺകുട്ടിയുടെ മാതാവ് ലൈവ് വാർത്തയോട് പറഞ്ഞു. CI പറഞ്ഞ് ഈ കുട്ടിയെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നേക്കാൻ. ഞാൻ CIയുടെ അടുത്ത് പറഞ്ഞ് കൈ മുറിഞ്ഞ് ചോര ഒഴുകുന്ന കുട്ടിയെ സ്റ്റേഷനിലെല്ലാം കൊണ്ടുവരുന്നതിന് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. സാറും അതിനെ എതിർത്ത്, രായസാറും അതിനെ എതിർത്ത് 3-4 വ്യക്തികൾ അവിടെ നിന്നവർ കേൾക്കുകയും ചെയ്തു. ദീർഘനാളായി തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പലതരത്തിലുള്ള ഭീഷണി നേരിടുന്നതായും സാമൂഹിക വിരുദ്ധരുടെ ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞു. ഇന്ന് രാവിലെ മോള് അതിനകത്ത് പത്തനാപുരം ബസ്സിന് ഷാപ്പൂക്ക് വരെ നടന്നു ചെന്നിട്ട് 10 മിനിറ്റ് നടന്നു ചെന്നിട്ടാണ് ബസ്സിൽ കയറിപ്പോയത്. വഴിക്ക് തന്നെ ഫോൺ ചെയ്തായിരുന്നു. ഇതുപോലെ വാതിലിൽ നിന്നിട്ട് ആട്ടോ ഒന്നും കിട്ടിയില്ല. ഷാപ്പൂക്കിലോട്ട് നടക്കുമെന്ന് വിളിച്ച് അങ്ങനെ ആ ബസ്സിന് കയറി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് എന്നെ വിളിച്ച് 9 മണിക്ക് എന്നെ വിളിച്ച് അങ്ങനെ വിളിക്കുമ്പോഴാണ് ഞാനിത് അറിയുന്നത്, ഈ സംഭവം അറിയുന്നത്. നേരത്തെ ഇങ്ങനെ ഭീഷണിയും കാര്യങ്ങളും ഉള്ളതാണ്.
അപ്പോൾ ആരുടെ ഭാഗത്തുനിന്ന് ഈ ഭീഷണി ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ വൈരാഗ്യമോ ഞങ്ങളോട് ശത്രുതയോ ഉള്ളതായിട്ടൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾക്കാരോടും ശത്രുതയില്ല. ഞങ്ങളെല്ലാവരോടും സ്നേഹമായിട്ട് ഞങ്ങളവിടെ വന്ന് താമസിക്കുന്നവരാ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു വിരോധവും ആരോടും ഇല്ല, ഞങ്ങൾക്കില്ല. ഞങ്ങളോടുണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ വേറെ നിലകളിൽ ഞങ്ങളുടെ ഭവനത്തൊക്കെ പട്ടപ്പകലൊക്കെ വന്ന് ഓരോ അറിയാത്ത വ്യക്തികളെ പറഞ്ഞു വിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കണക്കൂട്ടി ഞങ്ങൾ ഓൾറെഡി CIക്ക് 3-ാം തീയതി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരു കൂട്ടരെയും വിളിപ്പിച്ച് CI ഓഫീസിൽ വിളിപ്പിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് വിട്ടതല്ലാതെ യാതൊരു നടപടികളും പിന്നീട് എടുത്തിട്ടില്ല. പിന്നെ തുടർന്ന് ഓരോ ദിവസങ്ങളും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഓരോരോ ശല്യങ്ങൾ ചെയ്ത് കഥകിലും ടെറസിൻ്റെ മണ്ടയ്ക്കും ഒക്കെ കയറി ഭീഷണി വാക്കുകൾ എഴുതി വെച്ചിട്ട് പോകുക. ഇതെല്ലാം അന്നേരം CI വിളിച്ച് അറിയിച്ചു. ഒരു ദിവസം വിളിച്ചിട്ട് തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് അത് കേൾക്കാൻ പോലും CI തയ്യാറായില്ല. പിന്നെ തുടർന്ന് വിളിച്ചാൽ എൻ്റെ നമ്പർ കണ്ടിട്ട് ഫോൺ എടുക്കാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വണ്ടിയുടെ നമ്പർ 3 ദിവസം ഒരേ വ്യക്തിയെ കണ്ടത് കാരണം ബൈക്കിൻ്റെ നമ്പർ കിട്ടി. ആദ്യത്തെ ദിവസം ബൈക്കിൻ്റെ നമ്പർ മോൾക്ക് അത് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. 3-ാം ദിവസം ശനിയാഴ്ച രാവിലെ ബൈക്കിൻ്റെ ആളിനെ ഈ സെയിം ആളിനെ കണ്ട് നമ്പർ കൊടുത്തു. ഇതുവരെ അതിന് ഒരു നടപടിയും എടുത്തിട്ടില്ല. ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പത്തനാപുരം പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. 3-ാം തീയതി ഞാൻ ഉൾപ്പെടെയാണ് പത്തനാപുരം CIക്ക് പരാതി കൊടുത്തത്. പരാതി കൊടുത്തതിന് ശേഷം കൊച്ചിനെ പത്തനാപുരം ടൗണിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഭീഷണിപ്പെടുത്തിയ വ്യക്തികൾ ബൈക്കിൽ പോകുന്ന കണ്ടുകൊണ്ട് വണ്ടി നമ്പർ നോട്ട് ചെയ്ത് ശനിയാഴ്ച പത്തനാപുരം CIയും പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ നമ്മൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ പത്തനാപുരം CI അതിനുശേഷം ഫോൺ പോലും എടുക്കാനെ കൊണ്ട് ഈ വിഷയം ഈ കക്ഷികൾ പോകുന്നത് കണ്ട് വിളിച്ചിട്ട് പോലും പത്തനാപുരം CI ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. സംഭവശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിക്ക് അപകട സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നും കുട്ടി ആരോഗ്യ പ്രവർത്തകരുടെ നിരീക്ഷണത്തിലാണെന്നും CHC സൂപ്രണ്ട് ഡോക്ടർ ബൃന്ദ ലൈവ് വാർത്തയോട് പറഞ്ഞു. പൂർവ്വവൈരാഗ്യത്തിന്റെ പേരിൽ പെൺകുട്ടിയെ അപായപ്പെടുത്താനുള്ള ശ്രമമാകും നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുൻകാലങ്ങളിൽ പെൺകുട്ടിക്കും വീട്ടുകാർക്കും നേരെയുണ്ടായ ഭീഷണിയെ തുടർന്ന് പത്തനാപുരം പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണ്. പെൺകുട്ടിയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്നും അല്ലാത്തപക്ഷം വകവരുത്തുമെന്നും ഭീഷണി മുഴക്കിക്കൊണ്ട് ഇവരുടെ വീടിന് സമീപം സാമൂഹിക വിരുദ്ധർ പോസ്റ്റർ പതിച്ചിരുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നു. വിദ്യാലയത്തിലേക്ക് പോകും വഴി പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവം പ്രദേശത്ത് പരിഭ്രാന്തി ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് പെൺകുട്ടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ കൊട്ടാരക്കര റൂറൽ SP M സുരേന്ദ്രൻ നേരിട്ടെത്തി പെൺകുട്ടിയിൽ നിന്ന് മൊഴി ശേഖരിച്ചു. പത്തനാപുരത്തെ സർക്കാർ ആശുപത്രിയിലെത്തിയ അദ്ദേഹം സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുമെന്ന് അറിയിച്ചു. +1 വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ആക്രമിച്ച സംഭവം രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് റൂറൽ SP M സുരേന്ദ്രൻ ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് പെൺകുട്ടിയുടെ മൊഴി ശേഖരിച്ചത്. സംഭവത്തെക്കുറിച്ച് പുനലൂർ DYSP NA ബൈജു അന്വേഷിക്കുമെന്ന് റൂറൽ SP M സുരേന്ദ്രൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. DYSPയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ടീം അത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പുനലൂർ DYSPയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീം തന്നെ ഇത് അന്വേഷിക്കാനായിട്ട് ഇതിന് വശങ്ങൾ എല്ലാ വശങ്ങളും നേരത്തെ ഉണ്ടായ പരാതികൾ, നേരത്തെ ഉണ്ടായിരുന്ന ഇൻസിഡൻസും ബാക്കിയെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണത്തിലാണ്. ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബം മുൻപ് പത്തനാപുരം പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ അത് ഗൌരവത്തോടെ കാണുമെന്നും SP പറഞ്ഞു. പെൺകുട്ടി ആക്രമണത്തിനിരയായ സ്ഥലം സന്ദർശിച്ച പോലീസ് സൂപ്രണ്ട് സ്ഥലത്തെ വ്യാപാരികളോടും ഡ്രൈവർമാരോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പുനലൂർ DYSP NA ബൈജു, പത്തനാപുരം SI വിജയൻ, SI പ്രദീപ് കുമാർ തുടങ്ങിയവരും SP-യോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുറ്റാലം കൊട്ടാരത്തിൽ അവകാശവാദം ഉന്നയിച്ച് തിരുവിതാംകൂർ രാജകുടുംബം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. പ്രതിരോധത്തിന് കേരള സർക്കാർ ശ്രമം തുടങ്ങി. നീക്കത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് കുറ്റാലം കൊട്ടാരം സന്ദർശിച്ചു. കേരള സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കുറ്റാലം കൊട്ടാരത്തിന്റെ അവകാശവാദം ഉന്നയിച്ച് തിരുവിതാംകൂർ രാജകുടുംബം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് സർക്കാർ പ്രതിരോധം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായാണ് കൊല്ലം ജില്ലാ കളക്ടർ തെങ്കാശിയിലുള്ള കുറ്റാലം കൊട്ടാരം സന്ദർശിച്ചത്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ കൊല്ലം ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് കൊട്ടാരം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. രാജകുടുംബം കോടതിയിൽ അവകാശവാദം ഉന്നയിച്ചതിനെതിരെ കേരള സർക്കാരും നിയമ നടപടി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ജില്ലാ കളക്ടർ കൊട്ടാരം സന്ദർശിക്കാനെത്തിയത്. തിരുവിതാംകൂർ കൊട്ടാരവും ബംഗ്ലാവുമടക്കം
5.68 ഏക്കർ ഭൂമിയാണ് കുറ്റാലം കൊട്ടാരത്തിന്റെ പേരിൽ തെങ്കാശിയിലുള്ളത്. കൊട്ടാരം മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും മതിൽ പൊളിഞ്ഞതായി കളക്ടർ നിരീക്ഷിച്ചു. ഈ ഭാഗത്ത് ഉടൻ മതിൽ കെട്ടാനും മതിലിന് മുകളിലായി കമ്പിവേലി സ്ഥാപിക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. കൂടാതെ കൊട്ടാരത്തിന്റെ ഭൂമിയിൽ സർക്കാരിന്റേതെന്ന് തെളിയിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കാനും മുൻവശത്ത് വലിയ ആർച്ച് സ്ഥാപിക്കാനും ചെങ്കോട്ടയിൽ നിന്നും തിരിക്കുന്ന ഭാഗത്ത് ദൂരം കാണിച്ച് ബോർഡുകൾ സ്ഥാപിക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊട്ടാരത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ വരവ് ചെലവ് കണക്ക് റിപ്പോർട്ടായി സമർപ്പിക്കാനും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ കൊട്ടാരം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഇത് കളക്ടർ നിഷേധിച്ചു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ടൂറിസം പാക്കേജുകളും കല്യാണ ആവശ്യങ്ങൾക്ക് കൊട്ടാരം വിട്ടു നൽകാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി സൗകര്യമൊരുക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. Seeing the carrying capacity of the place, some specified tourist focus can be organized. Also, events like marriage, etc., can be more in a more. Already it is being done, but can be done in a more organized way. So proper registration. Registration is computerized. It is computerized registration. Registration is computerized. No. Registration is computerized. No. Computerized registration can be linked to the Government of Kerala Tourism Department website. You can mention it. General registration political. Yeah, but no, but it should be linked to the department for booking. It will not be general registration political because that is tourism. This is PWD. So it can be linked to tourism department website. God's own country package. For other plots and other issues there will land things that we mentioned. We'll mention both the plots. It can be plot 1 and plot 2. We'll mention in the map. Google will plot 1 to plot 2. This is the first step to describe. That is from Chenkorai town, 6 kilometers from there. We reach, after reaching it in the both side of the road. So nobody has any idea about the plot. It should be duly, geometrically, in your report it should be. From the Chenkorai town, it should be put a photograph of the pole. Chenkorai 4 kilometers. Or Chenkorai from Chenkorai 6 kilometers. Signboards. They have made a very good signboard. It was appreciated. They have built up the product. They have built everywhere signboard is there. And we have not been able to build up our product. So, should be done. And also, Government of Kerala property trespassers shall not be permitted and will be legally. In all the 4 sites. ഡെപ്യൂട്ടി കളക്ടർ ഷീബ ജോർജ്, പുനലൂർ തഹസീൽദാർ ആർ സുഗു, ഡെപ്യൂട്ടി തഹസീൽദാർ നിർമ്മൽ കുമാർ, ലോ ഓഫീസർ വി ഷാജിമോൻ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയചന്ദ്രബാബു തുടങ്ങിയവരും ജില്ലാ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. കിഴക്കൻ മലയോര മേഖലയിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതായി റിപ്പോർട്ട്. കൊലപാതകങ്ങളും പീഡന കേസുകളും ഏറിയതോടെ പോലീസും ഭരണകർത്താക്കളും കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് ആവശ്യമുയർന്നു. അടുത്ത കാലത്തായി നിരവധി പീഡന കേസുകളും കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും നടന്ന സാഹചര്യത്തിൽ ഇത് കിഴക്കൻ മലയോര മേഖലയിലെ ശാന്തമായ അന്തരീക്ഷത്തിന് കോട്ടമുണ്ടാക്കിയെന്നാണ് സാംസ്കാരിക സംഘടനാ പ്രവർത്തകരുടെ വിലയിരുത്തൽ. തെന്മല കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യ വാർത്തകൾ ഏറിയതോടെ ഇക്കോ ടൂറിസം മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിനെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രായപൂർത്തിയാകാത്ത രീതിയിൽ പെൺകുട്ടികളെ വശീകരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഘം പ്രത്യേക രീതിയിൽ ഈ ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഒക്കെ ഉള്ളതായിട്ട് അറിവുണ്ട്. അപ്പം ആ മേഖലയിൽ ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടികളെ വശീകരിക്കാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പ്രേമം നടിച്ചും മറ്റും വശീകരിക്കുന്ന ഒരു പ്രവണത ഈ ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത്തരക്കാരുടെ നടപടികൾക്കെതിരെ അതുപോലെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ നടപ്പാക്കും. കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ ഈ കാര്യം പോലീസ് കൈകാര്യം. കുറ്റകൃത്യങ്ങൾ നടന്ന ശേഷം സ്ഥലത്തെത്തുന്ന പോലീസിനെയല്ല, മറിച്ച് കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തുന്ന പോലീസിനെയാണ് ആവശ്യമെന്നും സ്ഥലവാസികൾ പറയുന്നു. മാധ്യമപ്രവർത്തകർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യം നടക്കുന്ന സ്ഥലം വ്യക്തമാക്കണമെന്നും ആവശ്യം ശക്തമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടെ നടന്നാലും പേര് വരുന്നത് തെന്മല എന്നാണ് വരുന്നത്. ഇപ്പോൾ തന്നെ തെന്മലയ്ക്ക് 15 കിലോമീറ്ററിനപ്പുറം വെള്ളിമലയിലാണ് ഒരു കൊലപാതകം നടന്നത്. അതും വന്നത് തെന്മല. കഴിഞ്ഞ ദിവസം ഒരു പീഡന കേസ് വന്നു. അത് ഇവിടുന്ന് 10 കിലോമീറ്ററിനപ്പുറമാണ്.
അതും വരുന്നത് തെന്മലയാണ്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ അതൊന്ന് ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് സ്ഥലം കൊടുക്കണം. ഈ തെന്മലയുടെ പേര് അങ്ങനെ കാരണം എക്കോ ടൂറിസവും ടൂറിസ്റ്റ് മേഖലയാണ്. അത് ഈ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോൾ ഇത് ഈ ടൂറിസ്റ്റ് മേഖലയെ പ്രതികൂലമായി ബാധിക്കും. അപ്പം മാധ്യമ പ്രവർത്തകർ അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ന്യൂസ് ബ്യൂറോ, തെന്മല. CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ RSP ദേശീയ ജനറൽ സെക്രട്ടറി നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് AIYF പ്രവർത്തകർ പുനലൂരിൽ പ്രകടനം നടത്തി. RSPയെയും നേതാക്കളെയും രൂക്ഷമായി വിമർശിച്ച പ്രവർത്തകർ TJ ചന്ദ്രചൂഡിന്റെ കോലം കത്തിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രനെതിരെ RSP ദേശീയ ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡൻ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് AIYF പ്രവർത്തകർ പുനലൂർ നഗരത്തിൽ പ്രകടനം നടത്തിയത്. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം CPI മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ചു. നഗരം ചുറ്റിയ പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ TJ ചന്ദ്രചൂഡന്റെ കോലം കത്തിച്ചു. പ്രകടനത്തിലുടനീളം RSPക്കും ചന്ദ്രചൂഡനും പ്രേമചന്ദ്രൻ MPക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രവർത്തകർ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന RSPയുടെ പുനരേകീകരണ സമ്മേളനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ആണും പെണ്ണും കെട്ടയാളാണെന്ന് ചന്ദ്രചൂഡൻ ആക്ഷേപമുന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ജില്ലയിലെമ്പാടും നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് AIYF പ്രവർത്തകർ പുനലൂരിലും പ്രകടനവും കോലം കത്തിക്കലും നടത്തിയത്. നേതാക്കളായ KV സിജു, VS പ്രവീൺകുമാർ, I മൻസൂർ, അനൂപ് ഉമ്മൻ, ശ്യാംരാജ്, ശരത് കുമാർ, രഞ്ജിത്ത് തോമസ്, ജയകൃഷ്ണൻ, രാജുലാൽ, ബെന്നി തുടങ്ങിയവർ പ്രകടനത്തിനും കോലം കത്തിക്കലിനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രുചിയിലും വിലയിലും വ്യത്യസ്തമാകാൻ കുളത്തൂപ്പുഴയിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ ഹോട്ടൽ അന്നപൂർണ പ്രവർത്തനം തുടങ്ങി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു സംഘം കുടുംബശ്രീ പ്രവർത്തകരാണ് അന്നപൂർണ എന്ന പേരിൽ ഭക്ഷണശാലയുമായി രംഗത്ത് വന്നത്. സെൻട്രൽ ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഉദ്യമം. ഹോട്ടൽ അന്നപൂർണ വിലയിലും രുചിയിലും വേറിട്ട് നിൽക്കുമെന്നാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വാഗ്ദാനം. കൃത്രിമ ചേരുവകൾ ചേർക്കാത്ത വിഭവങ്ങൾ തന്നെയാകും അന്നപൂർണയുടെ പ്രത്യേകത. വൃത്തിയും ആരോഗ്യവും പരിപാലിക്കും. പഴകിയ ഭക്ഷണങ്ങൾ കാശ് നൽകിയാലും ഇവിടെ കിട്ടില്ല. ഗൃഹാന്തരീക്ഷത്തിലുള്ള ഭക്ഷണം ഈ വീട്ടമ്മമാരുടെ കൈകൊണ്ട് ഇനി മുതൽ മൃഷ്ടാന്നം മനസംതൃപ്തിയോടെ ഭക്ഷിക്കാം. കുളത്തൂപ്പുഴ ചെമ്പനജികം ബിൽഡിംഗിലെ ഗ്രൌണ്ട് ഫ്ലോറിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൈല ബീവിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുബലാഷ് കുമാർ ഹോട്ടലിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഹോട്ടലിന്റെ പ്രവർത്തനത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ഇത്തരം പ്രവർത്തനം മറ്റ് കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മാതൃകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ അന്നപൂർണ കഫേ ആൻഡ് ഹോട്ടൽ എന്ന പേരിൽ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ആദ്യമായി ഒരു ഹോട്ടൽ സംരംഭം ആരംഭിക്കുകയാണ്. ഇത് ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകർക്കും മാതൃകയും അനുകരണീയവുമാണ്. താമസത്തിന് ഈ ടൗണിലെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഹോട്ടൽ സംരംഭം ആരംഭിക്കുകയും വിശ്വാസയോഗ്യവും രുചികരവുമായ ന്യായവിലയ്ക്കുള്ള ഭക്ഷണം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം കുടുംബശ്രീയുടെ പേരിൽ ആരംഭിക്കുന്നത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനാകമാനം അഭിനന്ദനാർഹമായ അഭിമാനാർഹമായ കാര്യമാണ്. CDS ചെയർപേഴ്സൺ O വിമല, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PJ രാജു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S ഗോപകുമാർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ചിതറ APRM ആയുർവേദ ആശുപത്രിയിൽ പ്രകൃതി ജീവന സെമിനാറും ക്യാമ്പും സംഘടിപ്പിക്കുന്നു. 14 നടക്കുന്ന ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങി. മണ്ണൂർ ഗാന്ധിഗ്രാം സെന്ററിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. 14 രാവിലെ 9 മുതൽ ആരോഗ്യ പ്രകൃതി ജീവനത്തിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. വൈകിട്ട് 5 മുതലാണ് ചികിത്സാ ക്യാമ്പ്. ക്യാമ്പിൽ പ്രകൃതി ചികിത്സാ പ്രചാരകരും ഡോക്ടർമാരും പങ്കെടുക്കും. താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. 9747812591 എന്ന മൊബൈൽ നമ്പറിൽ രജിസ്ട്രേഷൻ നടത്താനാവും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. SSLC പരീക്ഷയിൽ 100 മേനി വിജയം നേടിയ കുളത്തൂപ്പുഴ കൂവക്കാട് ഹൈസ്കൂളിന് ജില്ലാ പഞ്ചായത്തിന്റെ അനുമോദനം. ജില്ലാ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാരം പ്രസിഡന്റ് S ജയമോഹൻ സ്കൂൾ അധികൃതർക്ക് സമ്മാനിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ കൂവക്കാട് തമിഴ് ഹൈസ്കൂളിന് അനുമോദനങ്ങളുമായാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ എത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രത്യേക പുരസ്കാരം സ്കൂൾ അധികൃതർക്ക് കൈമാറി.
സ്കൂളിൽ +2 ബാച്ചുകൾ അനുവദിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സ്കൂളിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 5 ലക്ഷം രൂപ അനുവദിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ചടങ്ങിൽ പ്രഖ്യാപനം നടത്തി. തൊഴിലാളികളുടെ വീടുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തേണ്ടത് പൊതുധാരയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ പാവപ്പെട്ട സാധാരണ തൊഴിലാളികളുടെ മക്കളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കലാലയം എന്ന പ്രാധാന്യം ഇവിടെയുണ്ട്. തമിഴ് മീഡിയം സ്കൂള് എന്നുള്ള മറ്റൊരു പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ SSLC കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിക്ക് ഒരു തമിഴ് മീഡിയം ഇല്ലാത്തതിന്റെ വൈഷമ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് ഇളങ്കവൻ ചടങ്ങിൽ അധ്യക്ഷനായി. RPL മാനേജർ P ജയപ്രകാശ്, വാർഡ് മെമ്പർ തമിഴ് സെൽവം, അധ്യാപകരായ S പത്മകുമാർ, MH അജിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കാലവർഷം ശക്തമായതോടെ കെടുതികളും തുടങ്ങി. ശക്തമായ മഴയിലും കാറ്റിലും ചിതറയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. മറ്റൊരു വീടിന് ഭാഗികമായി നാശം സംഭവിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിൽ പെരിങ്ങാട് പച്ചയിൽ പുത്തൻ വീട്ടിൽ ചെല്ലമ്മയുടെ വീടാണ് തകർന്നത്. മേൽക്കൂര പൂർണ്ണമായും തകർന്ന് വീടിനുള്ളിലേക്ക് വീണു. തൂണുകളും ഭിത്തിയും ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. വയോധികയായ വീട്ടമ്മ തനിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. കൂലിപ്പണിക്ക് പോയാണ് ഇവർ ഉപജീവനം നടത്തിയിരുന്നത്. ഏകാശ്രയമായ വീട് തകർന്നതോടെ സമീപ വീടുകളിലാണ് ഇവരുടെ അന്തിയുറക്കം. മഴയിലും കാറ്റിലും വീണതാണ്. എനിക്ക് വേണമെങ്കിൽ ആരും ഒരുത്തരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും സർക്കാരിന് കിട്ടിയ സമീപത്തെ യാസീൻ മൻസിലിൽ അബ്ദുൽ കരീമിന്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മേൽക്കൂരയുടെ കഴുക്കോലുകൾ ഒടിഞ്ഞ് ഓടുകൾ തകർന്നു വീണിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മഴക്കാലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പുനലൂർ നഗരസഭയിൽ 3ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. ഇതിനു മുന്നോടിയായി സംയുക്ത അവലോകന യോഗം ചേർന്നു. നഗരപരിധിയിൽ ഇത്തവണ മാരക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അഭിമാനകരമായ നേട്ടമാണെന്ന് നഗരസഭ. മഴക്കാല ജന്യരോഗങ്ങളും പകർച്ചവ്യാധികളും ചെറുക്കാൻ നഗരസഭ നടത്തുന്ന ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ 3ാം ഘട്ടത്തിനാണ് ഒരുക്കങ്ങൾ പൂർത്തിയായത്. ഇതിന്റെ ഭാഗമായാണ് പുനലൂരിലെ ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഡോക്ടർമാരുടെയും കൌൺസിലർമാരുടെയും നേതൃത്വത്തിൽ വ്യാഴാഴ്ച കൌൺസിൽ ഹാളിൽ സംയുക്ത അവലോകന യോഗം ചേർന്നത്. വരുന്ന 14, 15 തീയതികളിൽ നഗരസഭയിലെ 35 വാർഡുകളിലും ഭവന സന്ദർശന ബോധവൽക്കരണം നടത്താൻ യോഗം തീരുമാനിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ 1ഉം 2ഉം ഘട്ടമെന്ന നിലയിൽ നഗരസഭയിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് പുനലൂർ നഗരസഭാ പ്രദേശത്ത് ഇതുവരെ മാരക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അഭിമാനകരമായ നേട്ടമാണെന്ന് അവലോകന യോഗത്തിന് ശേഷം നഗരസഭാ ഉപാധ്യക്ഷൻ S ബിജു ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇപ്പോൾ നാളിതുവരെയുള്ള സ്ഥിതി അനുസരിച്ച് പുനലൂർ നഗരസഭാ മേഖലയിൽ നിന്ന് ഡെങ്കി ഫീവർ പോലെയുള്ള മാരകമായ പനികൾ എങ്ങും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അഭിമാനകരമാണ്. എന്നാൽ അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ല. പരിസര പ്രദേശത്തെല്ലാം വളരെ വ്യാപകമായ നിലയിൽ ഡെങ്കിപ്പനിയും ജപ്പാൻ ജ്വരവും എല്ലാം പടർന്നു പിടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഒരു അവലോകന യോഗം കുടുംബശ്രീ പ്രവർത്തകരും ആശാവർക്കർമാരും കൌൺസിലേഴ്സും ചേരുന്ന ഒരു അവലോകന യോഗം ഡോക്ടർമാരുടെ ഹോമിയോ, ആയുർവേദ, അലോപ്പതി ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ കൌൺസിൽ ഹാളിൽ ഇപ്പോൾ ചേർന്നു. ആ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് 14, 15 തീയതികളിൽ നഗരസഭാ മേഖലയിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ഒരിക്കൽ കൂടി ഒരു ബോധവൽക്കരണ പ്രവർത്തനം വ്യാപകമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. കൂടാതെ ഒരു 20 കേന്ദ്രങ്ങളിൽ ഹോമിയോ പ്രതിരോധ ക്യാമ്പുകളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുത്തുകൊണ്ട് ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകളും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്, വിശേഷ്യ ഡെങ്കിപ്പനി പോലെയുള്ള മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് സഹകരിക്കണം. എല്ലാ പ്രദേശങ്ങളിലും കൂട്ടായി എല്ലാ ബഹുജനങ്ങളുടെയും സഹായ സഹകരണത്തോടു കൂടിയിട്ടുള്ള ഒരു ബഹുജന മുന്നേറ്റമായി ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളെ നടത്താനാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. സമീപ പഞ്ചായത്തുകളിൽ ഡെങ്കി അടക്കമുള്ള പകർച്ചപ്പനികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിലാണ് നഗരസഭാ പ്രദേശത്ത് മഴക്കാലജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനായത്. മഴക്കാലത്തെ ശുചീകരണ പ്രവർത്തനങ്ങളിലും ശുചിത്വാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും നഗരസഭ പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭയിലെ 20 കേന്ദ്രങ്ങളിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റ് പ്രധാന കേന്ദ്രങ്ങളിൽ അലോപ്പതി ക്യാമ്പുകളും നടത്തും. അതേസമയം താലൂക്ക് ആശുപത്രി അടക്കമുള്ള ആതുരാലയങ്ങളിൽ പനിക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയുണ്ടായിട്ടുണ്ട്. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിത
ഊർജിതമാക്കാനും അവലോകന യോഗം തീരുമാനിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജു, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുശീല രാമചന്ദ്രൻ, വാർഡ് കൌൺസിലർമാർ, പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ, ഡോക്ടർ കെ ടി തോമസ്, പുനലൂർ നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ നിന്നുള്ള ആയുർവേദ, അലോപ്പതി, ഹോമിയോ ഡോക്ടർമാർ, നഗരസഭാ സെക്രട്ടറി സുജേതകുമാരിയമ്മ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോക്കാട് കശുവണ്ടി ഫാക്ടറിക്ക് സമീപം പഞ്ചായത്ത് റോഡിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നത് യാത്രക്കാർക്ക് ദുരിതമുണ്ടാക്കുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. കോക്കാട് ജംഗ്ഷനിൽ നിന്നും കൈതക്കെട്ടിലേക്ക് പോകുന്ന റോഡിൽ കാഷ്യൂ ഫാക്ടറിക്ക് സമീപത്താണ് മഴവെള്ളം കെട്ടിക്കിടന്ന് കാൽനടയാത്ര ദുസ്സഹമാകുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം ഫാക്ടറിക്ക് മുന്നിലെ റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. കശുവണ്ടി ഫാക്ടറിയിലെ ജീവനക്കാരും സ്കൂൾ കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി ഇതുവഴി കടന്നു പോകുന്നത്. കാൽനടയാത്ര ദുസ്സഹമായ റോഡിൽ വാഹനയാത്രയും ദുരിതമായിട്ടുണ്ട്. വെള്ളക്കെട്ടിലിറങ്ങുന്ന വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവാണ്. മഴ കനക്കുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ വെള്ളക്കെട്ട് ഇതിലും രൂക്ഷമാണ്. സമീപത്തെ വീടുകളിലും കിണറുകളിലേക്കും ഈ മലിനജലം ഒഴുകിയെത്തുന്നുണ്ട്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും പഞ്ചായത്തിന്റെ അനാസ്ഥയുമാണ് ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. LKG വിദ്യാർത്ഥികളടക്കം കാൽനടയായി ആ വെള്ളക്കെട്ട് തരണം ചെയ്ത് വേണം സ്കൂളുകളിലെത്താൻ. പലപ്പോഴും രക്ഷിതാക്കൾ ഇല്ലാത്ത സമയങ്ങളിൽ കുട്ടികൾ സ്കൂളിലെത്താൻ ബുദ്ധിമുട്ടാവുകയും പലതരത്തിലുള്ള പരാതികൾ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾക്കും വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന് സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തികൾ തമ്മിലുള്ള വിരോധം കാരണം ആ റോഡിന്റെ ഗതാഗത സംവിധാനം തന്നെ തകരാറിലാകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ആരോഗ്യ വിഷയം മാത്രമല്ല ഗതാഗത സൗകര്യം താറുമാറാകുന്ന തരത്തിലും ഇരുചക്ര വാഹനങ്ങൾ ഈ വെള്ളക്കെട്ടിലൂടെ യാത്ര ചെയ്യുന്ന കാരണം പലപ്പോഴും കേടുകൾ സംഭവിക്കുകയും ചെയ്യും. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടിയെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. സ്ഥലവാസികൾ കൊട്ടാരക്കര തഹസിൽദാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ സമരമാണ് അടുത്ത മാർഗമെന്ന് നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരം പട്ടണ മധ്യത്തിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം. ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പത്തനാപുരത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിലെത്തിയ 2 യുവാക്കളാണ് ആക്രമിച്ചതെന്ന് പെൺകുട്ടിയുടെ മൊഴി. അക്രമി സംഘം മുഖത്തേതോ ദ്രാവകമൊഴിച്ചെന്നും പെൺകുട്ടി. കുറ്റാലം കൊട്ടാരത്തിൽ അവകാശവാദമുന്നയിച്ച് തിരുവിതാംകൂർ രാജകുടുംബം മദ്രാസ് ഹൈക്കോടതിയിൽ. പ്രതിരോധത്തിന് കേരള സർക്കാർ ശ്രമം തുടങ്ങി. നീക്കത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് കുറ്റാലം കൊട്ടാരം സന്ദർശിച്ചു. കാലവർഷം ശക്തമായതോടെ കെടുതികളും തുടങ്ങി. ശക്തമായ മഴയിലും കാറ്റിലും ചിതറയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. മറ്റൊരു വീടിന് ഭാഗിക നാശം. മഴക്കാലജന്യ രോഗങ്ങളെ മെരുക്കാൻ പുനലൂർ നഗരസഭയിൽ 3ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. നഗരപരിധിയിൽ ഇത്തവണ മാരക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അഭിമാനകരമായ നേട്ടമെന്ന് നഗരസഭ. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.